അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നതിൻ്റെ ഭാഗം 2 നോക്കുന്നത്. ആദ്യത്തെ ഭാഗം കാണാത്തവർ അത് കണ്ടിട്ട് ദയവായി ഇത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം അതുപോലെ നമ്മൾ എടുക്കുന്ന എല്ലാ ക്ലാസ്സുകളിലും ഫ്രീ PDF നമുക്ക് ടെലഗ്രാം ചാനലിലൂടെ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നമുക്ക് നേരെ ഏതെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പം എന്താണ് MGNREGP എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്നാണ്. ഓക്കെ, ഈ പദ്ധതിയുടെ തുടക്കം അതിനെപ്പറ്റിയാണ് നമ്മളിനി പറയുന്നത് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പം ഇന്ത്യയിൽ ആദ്യമായി ഈ MGNREGP അഥവാ NREGP പദ്ധതി നടപ്പിലാക്കിയ സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ബണ്ടലപ്പള്ളിയാണ്. ഓക്കെ, ബണ്ടലപ്പള്ളി ആന്ധ്രാപ്രദേശ്. ഓക്കെ, ബണ്ടലപ്പള്ളി ആന്ധ്രാപ്രദേശ്. അവിടെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ MGNREGP പദ്ധതി നടപ്പിലാക്കിയത്. കേരളത്തിൽ എവിടെയാണ് നടപ്പിലാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നടപ്പിലാക്കിയ ജില്ലകൾ 2 ജില്ലകളാണ്. ഒന്ന് പാലക്കാടും മറ്റൊന്ന് വയനാടും. ഓക്കെ, അപ്പം ഓർക്ക് കേരളത്തിൽ ആദ്യമായിട്ട് MGNREGP പദ്ധതി നടപ്പിലാക്കിയ ജില്ലകൾ ഏതാണ്? പാലക്കാടും വയനാടും. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇന്ത്യയിൽ ആദ്യമായി ഈ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ബണ്ടലപ്പള്ളി, അത് ആന്ധ്രാപ്രദേശ്. കേരളത്തിൽ ആദ്യമായി ഈ പദ്ധതി നടപ്പിലാക്കിയ ജില്ലകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാടാണ്. പാലക്കാടും വയനാടും. ഇനി പറയുന്നു ഈ പദ്ധതിയുടെ നടത്തിപ്പ് സംവിധാനത്തെ പറ്റിയാണ് പറയുന്നത്. ഈ പദ്ധതിയുടെ 90% വിഹിതവും കേന്ദ്ര സർക്കാരാണ് വഹിക്കുന്നത്. ഓക്കെ, ഈ പദ്ധതിയുടെ 90% വിഹിതവും കേന്ദ്ര സർക്കാരാണ് വഹിക്കുന്നത്. ഏത് പദ്ധതിയാണ്? MGNREGP പറ്റിയാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ NREGP ആയിരുന്നു ഇത് ആദ്യം, പിന്നീടാണത് MGNREGP ആയി മാറി. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇതിൻ്റെ പാർട്ട് 1 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരൊന്ന് കണ്ടിട്ട് ഇതിലേക്ക് വരും. ഓക്കെ, അതുപോലെ തന്നെ 10% വിഹിതം വഹിക്കുന്നത് സംസ്ഥാന സർക്കാരുകളുമാണ്. ഓക്കെ, അപ്പം 90% വിഹിതവും വഹിക്കുന്നത് കേന്ദ്ര സർക്കാരും 10% വിഹിതം വഹിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരുമാണ്. ഓക്കെ, സംസ്ഥാന സർക്കാർ. അപ്പോൾ ഈ പദ്ധതി നടപ്പാക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്രവും സംസ്ഥാനവും അതുപോലെ ത്രിതല പഞ്ചായത്തുകളും പിന്നെ പൊതുജനങ്ങളുടെ സഹകരണവും. ത്രിതല പഞ്ചായത്ത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എന്തൊക്കെയാണ്? ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. ഓക്കെ, ഇതാണ് ത്രിതല പഞ്ചായത്തുകൾ. ഓക്കെ, അപ്പം ഇത് നടപ്പാക്കുന്നത് എങ്ങനെയാണ്? കേന്ദ്രവും സംസ്ഥാനവും ത്രിതല പഞ്ചായത്തുകളും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ സഹകരണം കൂടി ആയിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഓക്കെ, MGNREGP എന്നുള്ള പദ്ധതി നടപ്പിലാക്കുന്നത് അഥവാ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അത് പിന്നീട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നായി. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഈ തൊഴിലിൻ്റെ കാർഡ് വിതരണം അഥവാ ജോബ് കാർഡ് വിതരണം നടത്തുന്നത് എങ്ങനെയാണ്? ഗ്രാമപഞ്ചായത്തുകളാണ് ഈ ജോബ് കാർഡ് വിതരണം നടത്തുന്നത്. എങ്ങനെയാണ് ലഭിക്കുന്നത്? രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്ക് എത്ര ദിവസമാണ്? 15 ദിവസത്തിനകം ജോബ് കാർഡ് നൽകേണ്ടതാണ്. ഓക്കെ, രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്ക് അപ്പോൾ PSCക്ക് ചോദിക്കാം എത്ര ദിവസത്തിനകമാണ് ജോബ് കാർഡ് നൽകേണ്ടതെന്ന്. എത്ര ദിവസം? 15 ദിവസമാണ്. ഓക്കെ, അപ്പോൾ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്ക് 15 ദിവസത്തിനകമാണ് ജോബ് കാർഡ് നൽകേണ്ടത്. ആരാണ് നൽകുന്നത്? ഗ്രാമപഞ്ചായത്തുകളാണ്. ഓക്കെ, ഗ്രാമപഞ്ചായത്തുകളാണ് ജോബ് കാർഡ് നൽകുന്നത്. അതുപോലെ തന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ സ്ത്രീകൾക്ക് സംവരണമുണ്ട്. ഓക്കെ, എത്ര ശതമാനമാണ്? 1/3%. ഓക്കെ, 1/3 ജോലികൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതായത് ഏകദേശം 33% സ്ത്രീകൾക്കായി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ പറയാം, സ്ത്രീകൾക്ക് എത്ര ശതമാനം സംവരണം? 1/3 അഥവാ 1/3 ജോലികൾ വനിതകൾക്കായി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി പറയുന്നു നഗരങ്ങളിൽ അഥവാ കേരളത്തിലെ നഗരങ്ങളിൽ ഈ പദ്ധതി അറിയപ്പെടുന്ന ഏത് പേരിലാണ്? ഓക്കെ, ഏത് പേരിലാണ്? അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരിലാണ്. ഓക്കെ, നഗരത്തിലെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, ഗ്രാമങ്ങളിലെ അല്ല. ഓക്കെ, അപ്പോൾ കേരളത്തിലെ എവിടെയാണ്? നഗരങ്ങളിൽ ഈ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് എന്ത്? അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരാണ്. ഓക്കെ, അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരിലാണ് കേരളത്തിലെ നഗരങ്ങളിൽ ഈ പദ്ധതി അറിയപ്പെടുന്നത്. ഓക്കെ, ഈ പദ്ധതി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരിലാണ്. ഓക്കെ, ഇനി പറയുന്നു ഈ പദ്ധതിയിൽ ലയിപ്പിച്ച പ്രധാന പദ്ധതി ഏതെന്നുള്ളത്. ഗ്രീൻ ഇന്ത്യയാണ്. ഓക്കെ, ഗ്രീൻ ഇന്ത്യയാണ് MGNREGP പദ്ധതിയിൽ ലയിപ്പിച്ച കേന്ദ്ര സർക്കാർ പദ്ധതി. അപ്പം ഗ്രീൻ ഇന്ത്യ എന്നുള്ളത് ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയായിരുന്നു. ഈ പദ്ധതിയെ എന്തിലാണ് ലയിപ്പിച്ചതെന്ന് ചോദിക്കാം. എന്തിലാണ്? MGNREGP അഥവാ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗവൺമെൻറ് പ്രോഗ്രാം പദ്ധതിയിൽ ലയിപ്പിച്ച കേന്ദ്ര സർക്കാർ പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഗ്രീൻ ഇന്ത്യയാണ്. ഓക്കെ, ഗ്രീൻ ഇന്ത്യ ഇതൊരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. ഓക്കെ, കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. ഇനി പറയുന്നു ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഗവേഷണ പ്രസിദ്ധീകരണം ഏതാണ്? ഓക്കെ, ഏതാണ്? MGNREGA സമീക്ഷ. ഓക്കെ, അപ്പോൾ ഏതാണ്? MGNREGA സമീക്ഷ എന്നാണ്. ഓക്കെ, MGNREGA സമീക്ഷ എന്താണിത്? പദ്ധതിയുടെ ഗവേഷണ പഠനങ്ങൾ ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിച്ച ഉദ്യോഗപരമായ രേഖയാണ്. ഓക്കെ, അഥവാ ഔദ്യോഗികപരമായ രേഖയാണ് എന്ത്? MGNREGA സമീക്ഷ. ഓക്കെ, എന്താണത്?
പദ്ധതിയുമായി ബന്ധപ്പെട്ട ഗവേഷണ പ്രസിദ്ധീകരണമാണ് MGNRGA സമീക്ഷ എന്നുള്ളത്. അതെന്താണ്? പദ്ധതിയുടെ ഗവേഷണ പഠനങ്ങൾ ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിച്ച ഒരു ഉദ്യോഗപരമായ രേഖയാണിത്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമുക്ക് ആദ്യം തൊട്ട് ഒന്നുകൂടെ ഒന്ന് വായിക്കാം. അപ്പോൾ പറയാം, പദ്ധതിയുടെ തുടക്കം. ഇന്ത്യയിൽ ആദ്യമായി പദ്ധതി നടപ്പിലാക്കിയ സ്ഥലമാണ് എവിടെ? ബണ്ടലപ്പള്ളി, ആന്ധ്രാപ്രദേശ്. അതുപോലെ കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയ ജില്ലകൾ ഏതെന്ന് ചോദിച്ചാൽ പാലക്കാടും വയനാടും. ഓക്കെ, പാലക്കാടും വയനാടും. ഈ പദ്ധതിയുടെ നടത്തിപ്പ് സംവിധാനമാണ് ഇനി പറയുന്നത്. അതിൽ 90% വിഹിതം വഹിക്കുന്ന കേന്ദ്ര സർക്കാരും 10% വിഹിതം വഹിക്കുന്ന സംസ്ഥാന സർക്കാരുമാണ്. ഓക്കെ, ഇത് നടപ്പാക്കുന്ന ആരൊക്കെ ചേർന്നാണ്? കേന്ദ്രവും സംസ്ഥാനവും ത്രിതല പഞ്ചായത്തുകളും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ സഹകരണവും ചേർന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ ജോബ് കാർഡ് വിതരണം ചെയ്യുന്നത് എങ്ങനെയാണ്? ഗ്രാമപഞ്ചായത്തുകൾ വഴിയാണ് ജോബ് കാർഡ് വിതരണം ചെയ്യുന്നത്. ഓക്കെ, ഇതെങ്ങനെയാണ് നൽകുന്നത്? രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്ക് 15 ദിവസത്തിനകം ജോബ് കാർഡ് നൽകേണ്ടതാണ്. ആരാണ് നൽകുന്നത്? ഗ്രാമപഞ്ചായത്തുകൾ. ഓക്കെ, സ്ത്രീകൾക്ക് 1/3% അഥവാ 1/3 അഥവാ 33% ജോലികൾ വനിതകൾക്കായി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. നഗരങ്ങളിൽ, കേരളത്തിലെ നഗരങ്ങളിൽ ഈ പദ്ധതി അറിയപ്പെടുന്നത് അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരിലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ പദ്ധതിയിൽ ലയിപ്പിച്ച പ്രധാന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഗ്രീൻ ഇന്ത്യ. ഓക്കെ, അതെന്താണ്? MGNRGP പദ്ധതിയിൽ ലയിപ്പിച്ച കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് എന്ത്? ഗ്രീൻ ഇന്ത്യ. പിന്നെ നമ്മൾ പറഞ്ഞു പദ്ധതിയുമായി ബന്ധപ്പെട്ട ഗവേഷണ പ്രസിദ്ധീകരണം എന്താണ്? MGNRGA സമീക്ഷയാണ്. ഇതെന്താണ്? പദ്ധതിയുടെ ഗവേഷണ പഠനങ്ങൾ ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിച്ച ഉദ്യോഗപരമായ രേഖയാണ് എന്ത്? MGNRGA സമീക്ഷ. ഇനി ഇതിൻ്റെ ഓരോ ലേറ്റസ്റ്റ് വേതനങ്ങളെ പറ്റി നമുക്കിനി പഠിക്കാം. 2022-23 വേതനമാണ് ഇപ്പോൾ പറയാൻ പോണത്. ഓക്കെ, 2022-23 കാലയളവിൽ ഈ പദ്ധതിയിൽ, ഏത് പദ്ധതിയിൽ? MGNRGP പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം ലഭിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ഹരിയാനയാണ്. എത്രയാണ്? 357 രൂപ. ഓക്കെ, അപ്പം 2022-23 കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വേതനം ലഭിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഹരിയാനയാണ്. ഓക്കെ, ഹരിയാന 357 രൂപ. ഏറ്റവും കുറവ് വേതനം ലഭിച്ച സംസ്ഥാനങ്ങൾ 2 ഏതൊക്കെയാണ്? മധ്യപ്രദേശും ഛത്തീസ്ഗഡും 211 രൂപയുള്ളൂ. ഓക്കെ, ഏറ്റവും കുറവ് വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? ലഭിച്ച സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശും ഛത്തീസ്ഗഡും 211 രൂപ. അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഉയർന്ന വേതനം ലഭിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആൻഡമാൻ നിക്കോബാറിലാണ്. ഓക്കെ, ആൻഡമാൻ നിക്കോബാറിലാണ് കേന്ദ്രപ്രദേശങ്ങളിൽ ഉയർന്ന വേതനം ലഭിച്ചത്. കേരളത്തിലെ വേതനം എത്രയായിരുന്നു? 2022-23 കാലഘട്ടത്തിൽ കേരളത്തിലെ വേതനം എത്രയാണ്? 333, 333. അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം, വേതനം 2022-23 കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വേതനം ലഭിച്ച സംസ്ഥാനമാണ് ഏത്? ഹരിയാനയാണ്. ഓക്കെ, എത്ര ശതമാനം? എത്ര രൂപയാണ്? 357. ഏറ്റവും കുറവ് വേതനം ലഭിച്ചത് എവിടെയൊക്കെയാണ്? ഏറ്റവും കുറവ് വേതനം ലഭിച്ചത് എവിടെയൊക്കെയാണ്? മധ്യപ്രദേശും ഛത്തീസ്ഗഡും. ഓക്കെ, എത്ര രൂപ വെച്ചാണ്? 211 രൂപ വെച്ച്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഉയർന്ന വേതനം ലഭിച്ച എവിടെയാണ്? ആൻഡമാൻ നിക്കോബാറിലാണ്. ഓക്കെ, ആ സമയത്ത് കേരളത്തിലെ വേതനം എത്രയാണ്? 333 രൂപ. ഓക്കെ, 2022-23 കാലഘട്ടത്തിൽ കേരളത്തിലെ വേതനമാണ് 333 രൂപ. ഇനി പറയുന്നത് 2024-25 കാലഘട്ടത്തെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, ഈ 2024-25 കാലഘട്ടത്തിലും ഏറ്റവും കൂടുതൽ വേതനം ലഭിച്ച സംസ്ഥാനം ഹരിയാന തന്നെയാണ്. എത്രയാണ്? 357. ഓക്കെ, ഇവിടെ വന്നപ്പോൾ 374. ഓക്കെ, നേരത്തെ 357, ഇപ്പം 374. ഓക്കെ, ഇപ്പോൾ 2024-25 കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വേതനം ലഭിച്ച സംസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരിയാനയാണ്, 374. ഏറ്റവും കുറവ് വേതനം ലഭിച്ച സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അരുണാചൽ പ്രദേശും നാഗാലാൻഡും. 22-23 കാലഘട്ടത്തിൽ മധ്യപ്രദേശും ഛത്തീസ്ഗഡാണ്. എന്നാൽ 24-25 കാലഘട്ടം ആയപ്പോഴത്തേക്കും അരുണാചൽ പ്രദേശും നാഗാലാൻഡും. എത്ര രൂപ വെച്ചാണ്? 234 രൂപ വെച്ചു. ഓക്കെ, 234 രൂപ വെച്ചു. കേരളത്തിൽ നിലവിൽ ലഭിക്കുന്ന വേതനം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 346. ഓക്കെ, 346 കേരളത്തിലെ 2024-25 കാലഘട്ടത്തിലെ വേതനം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം, വേതനം 2024-25 ഏറ്റവും കൂടുതൽ വേതനം ലഭിച്ച സംസ്ഥാനം ഹരിയാനയാണ്, 374 രൂപ. ഏറ്റവും കുറവ് വേതനം ലഭിച്ച സംസ്ഥാനങ്ങൾ അരുണാചൽ പ്രദേശ്, നാഗാലാൻഡുമാണ്, 234 രൂപ. കേരളത്തിൽ ലഭിച്ച വേതനം എത്രയാണ്? 346. ഓക്കെ, 346 രൂപയാണ്. ഇനി പറയുന്നത് 2025-26 കാലഘട്ടത്തിൽ, അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ വേതനത്തെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഇപ്പോഴും ഏതാണ്? ഹരിയാന തന്നെയാണ്, 400 രൂപയായി. ഓക്കെ, 400 രൂപയാണ് ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഹരിയാനയിൽ ലഭിക്കുന്നത്. ഓക്കെ, ഏറ്റവും കുറവ് വേതനം ലഭിക്കുന്നത് ഇപ്പോഴും അരുണാചൽ പ്രദേശും നാഗാലാൻഡുമാണ്, 241 രൂപ. ഓക്കെ, 241. കേരളത്തിൽ ലഭിക്കുന്ന നിലവിലെ വേതനം എത്ര? 369. ഓക്കെ, ഈ 369 എന്നുള്ള ടെസ്ല കോഡാണ്, നമുക്ക് പഠിക്കാനില്ല, അതറിയാവുന്നവർ ചിലപ്പോൾ കാണുമായിരിക്കും. അതൊന്ന് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കേരളത്തിൽ ലഭിക്കുന്ന നിലവിലെ വേതനം എത്രയാണ്? 369 രൂപയാണ്. അപ്പോൾ കേരളത്തിലെ വേതന വർധനവ് എത്രയാണ്? 23 രൂപയാണ്. 23 രൂപ വർദ്ധിച്ചു. വ്യത്യാസം എത്രയാണ്? 6.46%. ഓക്കെ, 6.46% വ്യത്യാസം.
അപ്പോൾ ഒന്നുകൂടെ പറയാം, വേതനം 2025-26 കാലഘട്ടത്തിലും, അതായത് 22-23 കാലഘട്ടത്തിലും, 24-25 കാലഘട്ടത്തിലും, അതുപോലെ 25-26 കാലഘട്ടത്തിലും എല്ലാം ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഏതായിരുന്നു? ഹരിയാനയായിരുന്നു. ഓക്കെ, അപ്പം 25-26 കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഹരിയാനയാണ്. എത്ര രൂപയാണ്? 400 രൂപ. ഏറ്റവും കുറവ് വേതനം ലഭിക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശും നാഗാലാൻഡുമാണ്. എത്ര രൂപ വെച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ 241 രൂപ. ഓക്കെ, 241. കേരളത്തിൽ ലഭിക്കുന്ന നിലവിലെ വേതനം 369 രൂപയാണ്. 23 രൂപയാണ് കൂടിയത്. ഓക്കെ, 23 രൂപ കൂടി. അതുപോലെ തന്നെ എത്രയാണ് വ്യത്യാസം? 6.46% വ്യത്യാസമുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നു MGNREGPയുമായി ബന്ധപ്പെട്ട മറ്റ് പ്രധാന പദ്ധതികളെ പറ്റിയാണ്. ഓക്കെ, ഏതാണ്? ഒന്നാമത്തെ പദ്ധതിയാണ് മികവ്. എന്താണ് മികവ്? മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ തൊഴിലാളികൾക്ക് വിദഗ്ധ പരിശീലനം ഏർപ്പെടുത്തുന്ന പദ്ധതിയാണ്. ഓക്കെ, അപ്പം മികവ്, ആ മികവ് എന്ന പേരിൽ തന്നെയാണ് മികച്ച ആൾക്കാരാക്കി മാറ്റുക. അപ്പോൾ അവർക്ക് വിദഗ്ധ പരിശീലനം ലഭിക്കണം. ഓക്കെ, അപ്പം എന്താണ് മികവ്? മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ തൊഴിലാളികൾക്ക് വിദഗ്ധ പരിശീലനം ഏർപ്പെടുത്തുന്ന പദ്ധതിയാണ് എന്ത്? മികവ്. ഓക്കെ, പിന്നെ പറയുന്ന പദ്ധതി MGNREGPയുമായി ബന്ധപ്പെട്ട മറ്റൊരു പദ്ധതിയാണ് ഉന്നതി. എന്താണ് ഉന്നതി? അതിനുള്ള പരീക്ഷയ്ക്ക് ഇവയിൽ MGNREGPയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ഏവ? അപ്പോൾ ഒന്ന് നമ്മൾ മികവ് പറഞ്ഞു, മറ്റൊന്നാണ് ഉന്നതി. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഉന്നതി എന്താണ്? പദ്ധതിയുടെ ഗുണഭോക്താക്കളായ ഏത് പദ്ധതിയുടെ? MGNREGP പദ്ധതിയുടെ ഗുണഭോക്താക്കളായ കുടുംബങ്ങളിലെ അർഹരായവർക്ക് തൊഴിൽ നൈപുണ്യം നേടുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ്. ഓക്കെ, എന്താണ്? പദ്ധതിയുടെ ഗുണഭോക്താക്കളായ കുടുംബങ്ങളിലെ അർഹരായവർക്ക് തൊഴിൽ നൈപുണ്യം നേടുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് എന്ത്? ഉന്നതി. അപ്പോൾ എന്താണ്? പദ്ധതിയുടെ ഗുണഭോക്താക്കളായ കുടുംബങ്ങളിലെ അർഹരായവർക്ക് തൊഴിൽ നൈപുണ്യം നേടുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ഉന്നതി. ഓക്കെ, അപ്പോൾ 2022-23 കാലഘട്ടത്തിലെ വേതനം എല്ലാ കാലഘട്ടത്തിലും 2022 തൊട്ട് ഇതുവരെയുള്ള എല്ലാ കാലഘട്ടത്തിലും മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനം ഹരിയാന തന്നെയാണ്. അത് എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ 2022-23 ഏറ്റവും കൂടുതൽ വേതനം ലഭിച്ച സംസ്ഥാനമാണ് ഹരിയാന. എത്ര രൂപയെന്ന് വെച്ചാൽ 357 രൂപ. ഓക്കെ, 357 രൂപ. ഏറ്റവും കുറവ് വേതനം ലഭിച്ച സംസ്ഥാനം എന്ന് വെച്ചാൽ മധ്യപ്രദേശും ഛത്തീസ്ഗഡാണ്, 211 രൂപ. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും ഉയർന്ന വേതനം ആൻഡമാൻ നിക്കോബാറിലായിരുന്നു. അന്ന് കേരളത്തിലെ വേതനം 333 രൂപയായിരുന്നു. പിന്നെ 2024-25 കാലഘട്ടം, അപ്പോഴും ഏറ്റവും കൂടുതൽ ലഭിച്ച സംസ്ഥാനം ഹരിയാനയാണ്, 374 രൂപയാണ്. ഏറ്റവും കുറവ് വേതനം ലഭിച്ച സംസ്ഥാനം അരുണാചൽ പ്രദേശും ഏതാണ്? നാഗാലാൻഡുമാണ്, 234 രൂപ. കേരളത്തിൽ 2024-25 കാലഘട്ടത്തിൽ ലഭിച്ച വേതനം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 346. ഓക്കെ, നിലവിലല്ല. 2024-25 കാലഘട്ടത്തിലെ കാര്യമാണ് പറയാം, നിലവിലല്ല. ഓക്കെ, നിലവിലല്ലത്. 2025-26 കാലഘട്ടത്തിലോ ഏറ്റവും കൂടുതൽ ലഭിച്ചത് ഹരിയാന തന്നെയാണ്, 400 രൂപ. ഏറ്റവും കുറവ് ലഭിക്കുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശ്, നാഗാലാൻഡാണ്, 241 രൂപ. കേരളത്തിൽ ലഭിക്കുന്ന നിലവിലെ വേതനം 369 രൂപ. കേരളത്തിലെ വേതന വർധനവ് 23 രൂപയാണ്, അതായത് 6.46% വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു MGNREGPയുമായി ബന്ധപ്പെട്ട മറ്റ് പ്രധാന പദ്ധതികൾ. ഒന്ന് മികവ്. എന്താണ് മികവ്? മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ തൊഴിലാളികൾക്ക് വിദഗ്ധ പരിശീലനം ഏർപ്പെടുത്തുന്ന പദ്ധതിയാണ്. പിന്നൊന്ന് ഉന്നതി. എന്താണ്? പദ്ധതിയുടെ ഗുണഭോക്താക്കളായ കുടുംബങ്ങളിലെ അർഹരായവർക്ക് തൊഴിൽ നൈപുണ്യം നേടുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ഉന്നതി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കുക. ഇന്ന് വായിച്ചതെല്ലാം നമ്മൾ ഒന്നുകൂടെ ഒന്ന് സ്പീഡിൽ വായിക്കുന്നതായിരിക്കും. അതിലൂടെ നിങ്ങൾ എത്രത്തോളം ഇന്ന് പഠിച്ചേക്ക് നിങ്ങളുടെ തലയിലുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും അതിലേക്ക് ഒന്നുകൂടെ പോകാം. എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കുക. അപ്പം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഭാഗം 2. ഓക്കെ, അത് പിന്നീട് MGNREGP എന്നായി നമ്മൾ പറഞ്ഞു. ഈ പദ്ധതിയുടെ തുടക്കം, അഥവാ ഇന്ത്യയിൽ ആദ്യമായി ഈ പദ്ധതി നടപ്പിലാക്കിയ സ്ഥലം ഏതാണ്? ബണ്ടലപ്പള്ളി, അത് ആന്ധ്രാപ്രദേശാണ്. ഓക്കെ, കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയ ജില്ലകൾ ഏതാണ്? പാലക്കാട്, വയനാട്. പദ്ധതിയുടെ നടത്തിപ്പ് സംവിധാനം ഓക്കെ എങ്ങനെയാണ്? 90% വിഹിതം കേന്ദ്ര സർക്കാരും 10% വിഹിതം സംസ്ഥാന സർക്കാരുമാണ്. ഇത് നടപ്പാക്കുന്നത് ആരൊക്കെ ചേർന്നാണ്? കേന്ദ്രവും സംസ്ഥാനവും ത്രിതല പഞ്ചായത്തുകൾ അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ സഹകരണവും ചേർന്നാണ്. അതുപോലെ തന്നെ ജോബ് കാർഡ് വിതരണം എന്താണ്? ഗ്രാമപഞ്ചായത്തുകളാണ് ജോബ് കാർഡ് വിതരണം നടത്തുന്നത്. എങ്ങനെയാണ് അവർക്ക് കൊടുക്കുന്നത്? ഗ്രാമപഞ്ചായത്തുകൾ എങ്ങനെയാണ്? രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്ക് 15 ദിവസത്തിനകം ജോബ് കാർഡ് നൽകേണ്ടതാണ്. ഇതിൽ സ്ത്രീകൾക്ക് 1/3% ജോലികൾ വനിതകൾക്കായി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അഥവാ 33%, അഥവാ 1/3 സ്ത്രീകൾക്കായിട്ടാണ് സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. നഗരങ്ങളിൽ, കേരളത്തിലെ നഗരങ്ങളിൽ ഈ പദ്ധതി അറിയപ്പെടുന്ന അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരിലാണ്. ഓക്കെ, ഈ പദ്ധതിയിൽ ലയിപ്പിച്ച പ്രധാന പദ്ധതിയാണ് ഗ്രീൻ ഇന്ത്യ. ഗ്രീൻ ഇന്ത്യ എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. ഇത് MGNREGP പദ്ധതിയിൽ ലയിപ്പിച്ചു. ഓക്കെ, അതുപോലെ തന്നെ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഗവേഷണ പ്രസിദ്ധീകരണമാണ് MGNREGA സമീക്ഷ. ഓക്കെ,
പദ്ധതിയുടെ ഗവേഷണ പഠനങ്ങൾ ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിച്ച ഉദ്യോഗപരമായ രേഖയാണിത്. പിന്നെ നമ്മൾ പറഞ്ഞു വേതനം 2022-23 കാലം. ഏറ്റവും കൂടുതൽ വേതനം ലഭിച്ച സംസ്ഥാനമാണ് ഹരിയാന 357 രൂപ. ഏറ്റവും കുറവ് വേതനം ലഭിച്ചത് മധ്യപ്രദേശും ഛത്തീസ്ഗഡുമാണ് 211 രൂപ. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഉയർന്ന വേതനം ലഭിച്ചത് ആൻഡമാൻ നിക്കോബാറിനായിരുന്നു. കേരളത്തിൽ അന്ന് ലഭിച്ചത് 333 രൂപയും. പിന്നെ വേതനം 2024-25 കാലഘട്ടം. ഏറ്റവും കൂടുതൽ വേതനം ലഭിച്ച സംസ്ഥാനം ഹരിയാനയാണ് 374 രൂപ. ഏറ്റവും കുറവ് വേതനം ലഭിച്ച അരുണാചൽ പ്രദേശിനും നാഗാലാൻഡിനും 234 രൂപ. കേരളത്തിൽ അന്ന് ലഭിച്ച വേതനം, നിലവിലല്ല, അന്ന് ലഭിച്ച വേതനം 346 രൂപയാണ്. പിന്നെ വേതനം 2025-26 എങ്ങനെയാണ്? ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഇപ്പോൾ നിലവിൽ ഹരിയാനയാണ് 400 രൂപ. ഏറ്റവും കുറവ് വേതനം ലഭിക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശും നാഗാലാൻഡാണ് 241 രൂപ. കേരളത്തിൽ ലഭിക്കുന്ന നിലവിലെ വേതനം 369 രൂപ. കേരളത്തിലെ വേതന വർധനവ് 23 രൂപയാണ്. അതായത് 6.46% വ്യത്യാസമുണ്ട്. പിന്നെ MGNREGP പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രധാന പദ്ധതികളാണ് നമ്മൾ പഠിച്ചത്. എന്താണ് അത്? ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു മികവ്. എന്താണ് മികവ്? മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ തൊഴിലാളികൾക്ക് വിദഗ്ധ പരിശീലനം ഏർപ്പെടുന്ന പദ്ധതിയാണ് മികവ്. പിന്നെ ഉന്നതി. എന്താണ് ഉന്നതി? പദ്ധതിയുടെ ഗുണഭോക്താക്കളായ കുടുംബങ്ങളിലെ അർഹരായവർക്ക് തൊഴിൽ നൈപുണ്യം നേടുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് എന്ത്? ഉന്നതി. ഓക്കെ, ഉന്നതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെയൊക്കെ ഫ്രീ PDF നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലൂടെ ലഭ്യമാകുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.